ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ് വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങൾ പൂർത്തിയായി. 10 ടീമുകൾ ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുത്തു. വിദ്യാഭ്യാസ നയം 5 വർഷത്തേക്ക് മാത്രമാക്കരുതെന്ന് MK രാഘവൻ MP. കേരളത്തിലേക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് തോറ്റ സർക്കാരാണെന്ന് ഷാഫി പറമ്പിൽ MP. നടുവട്ടം തസരയിൽ രാജ്യാന്തര ആർട്ട് ആൻഡ് ടെക്സ്റ്റൈൽ ശില്പശാലയ്ക്ക് തുടക്കമായി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ് വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങൾ പൂർത്തിയായി. സ്കൂൾ തലത്തിൽ നിന്നും വിജയിച്ചവർ തമ്മിൽ നടത്തിയ മത്സരത്തിൽ നിന്നും 10 ടീമുകൾ ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുത്തു. കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വടകര ടൗൺ ഹാൾ, ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടന്ന വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങളിൽ 10 ടീമുകൾ ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി. പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ മത്സരം DEO NP സജിനി ഉദ്ഘാടനം ചെയ്തു. HM ഫോറം ജോയിന്റ് കൺവീനർ ഓങ്കാരൻ അധ്യക്ഷനായിരുന്നു. മത്സരത്തിൽ സെന്റ് ജോസഫ് ബോയ്സ് സ്കൂൾ ടീം 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പെരിങ്ങളം ഹയർ സെക്കൻഡറി സ്കൂളും പങ്കിട്ടു. ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ മത്സരം PA2 DEO KM ജോഷി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഫാദർ VG ബിജു അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ അവിടനല്ലൂർ NN കക്കാട് HSS സ്കൂൾ ടീം 1ഉം കൂത്താളി VHSS 2ഉം സ്ഥാനം നേടി. വിജയികൾക്ക് പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KK ഷറഫുദ്ദീൻ ട്രോഫികൾ സമ്മാനിച്ചു. വടകര ടൗൺ ഹാളിൽ നടന്ന വടകര വിദ്യാഭ്യാസ ജില്ലാതല മത്സരം DEO ഗീത ഉദ്ഘാടനം ചെയ്തു. HM ഫോറം കൺവീനർ PK ജിതേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചിങ്ങപുരം CKG HS സ്കൂൾ ടീം 1ഉം മേമുണ്ട HSS ടീം 2ഉം സ്ഥാനം നേടി. ജില്ലാതല മത്സരം ജനുവരി 29-ന് മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കും. ഫെബ്രുവരി 3-ാം വാരമാണ് സംസ്ഥാനതല ഗ്രാൻഡ് ഫിനാലെ. സ്കൂൾ തല ഫൈനൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 5 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 3 ലക്ഷം രൂപയും 3ാം സ്ഥാനം നേടുന്നവർക്ക് 2 ലക്ഷം രൂപയുമാണ് സമ്മാനമായി ലഭിക്കുക. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രശസ്തി പത്രവും മെമന്റോയും സമ്മാനിക്കും. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ ആദ്യഘട്ട മത്സരത്തിൽ 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദ്യാഭ്യാസ നയം 5 വർഷത്തേക്ക് മാത്രമാക്കരുതെന്ന് MK രാഘവൻ MP. KPSTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഭരിക്കുന്ന മുന്നണികൾ 5 വർഷത്തേക്ക് മാത്രം തയ്യാറാക്കുന്നതാകരുത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയമെന്നും വിദ്യാർത്ഥികളുടെ ഭാവി മുന്നിൽ കണ്ടുള്ളതും കാലത്തിനനുസരിച്ചുള്ളതുമാകണം അതെന്നും MK രാഘവൻ MP. KPSTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതും നിലവിലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ രീതിയുമൊക്കെ KPSTA പഠന വിധേയമാക്കണം. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും അഴിമതിയും ക്രമക്കേടും സ്വജനപക്ഷപാതവും ഒക്കെ ജനങ്ങളിൽ എത്തിക്കണം. തകർന്നു വീഴാറായ തറവാട് പോലെയാണ് LDF സർക്കാർ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. അത് KPSTയും ഏറ്റെടുത്തേ പറ്റൂ. UDF അധികാരത്തിൽ വന്നാൽ മെഡിസെപ് ഉൾപ്പെടെ അധ്യാപകർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണും. LDF തോൽക്കാൻ CPM പ്രവർത്തകരടക്കം ആഗ്രഹിക്കുന്ന സമയമാണിത്. മാത്രമല്ല BJP മുന്നണി കൂടി രംഗത്തുണ്ടെന്നത് ഗൗരവത്തോടെ കാണണം. മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. MK രാഘവൻ പറഞ്ഞു.
ഏത് ഗവൺമെന്റ് വന്നാലും ഏത് മുന്നണി വന്നാലും വിദ്യാഭ്യാസ രംഗത്ത് ശാശ്വതമായ നയമുണ്ടായിരിക്കണം. മാറി വരുന്ന മുന്നണികളുടെ നയമായിരിക്കുന്നത് വിദ്യാഭ്യാസ നയം. കാലഘട്ടത്തിനനുസരിച്ച് എന്ത് മാറ്റമുണ്ടാകണം, ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള നയമായിരിക്കണം. ആ നയം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ജനങ്ങളുമായും വിദ്യാർത്ഥികളുമായി എല്ലാവരുമായും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയം രൂപീകരിക്കൽ നിർദ്ദേശങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ രംഗങ്ങളിൽ ഒരു പൊളിച്ചുപണി ഉണ്ടാകും, ഒരു മാറ്റമുണ്ടാകും, വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാക്കും. അതുകൊണ്ട് അതിന് നിങ്ങൾ നിർബന്ധമായും നേതൃത്വം നൽകണം എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം. KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ, KPSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി P. K. അരവിന്ദൻ, ട്രഷറർ അനിൽകുമാർ വട്ടപ്പാറ, PM നിയാസ്, KM അഭിജിത്ത്, P. ഹരിഗോവിന്ദൻ, C. പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലേത് എലിജിബിലിറ്റി ടെസ്റ്റ് തോറ്റ സർക്കാരാണെന്ന് ഷാഫി പറമ്പിൽ MP. KPSTA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ. നഗരത്തിൽ കൂറ്റൻ പ്രകടനവും നടന്നു. എലിജിബിലിറ്റി ടെസ്റ്റ് തോറ്റ സർക്കാരാണ് കേരളത്തിലേത്. കേരളത്തിന്റെ ഐക്യം തകർക്കാൻ മന്ത്രിമാർ വിളിച്ചു പറയുന്നതിന് പിന്നിലെ ചിന്ത മുഖ്യമന്ത്രിയുടേതാണെന്ന് ജനം തിരിച്ചറിയും. വർഗീയത നിറഞ്ഞ പ്രസ്താവനകളൊന്നും CPM നേതാക്കൾ ഇതുവരെ തിരുത്തിയിട്ടില്ല. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ മാന്തി പുണ്ണാക്കുകയാണ് CPM. ദൈവത്തിന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന CPMകാരുടെ ഗൃഹസന്ദർശനം ഭീതിയോടെയാണ് കേരളം കാണുന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. അവിടുത്തെ മുതലാളി, കോട്ടിട്ട മുതലാളി അവിടുത്തെ പദ്ധതികളുടെയൊക്കെ പേര് മാറ്റി, മഹാത്മാവിൻ്റെ പേര് വരെ മാറ്റി തൊഴിലുറപ്പ് പദ്ധതിക്ക് പേര് മാറ്റി നമ്മൾ കണ്ടു. അവിടുത്തെ പദ്ധതിക്ക് PM ശ്രീ എന്ന് പേരിട്ടപ്പോൾ ഇവിടുത്തെ മുതലാളിക്ക് ഇപ്പം ആഗ്രഹം, കാരണം ഇപ്പം എല്ലാത്തിലും പിൻപറ്റുന്നത് അങ്ങേരെയാണ്. ഇവരുടെ ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് അതിൻ്റെ തലപ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് MA ബേബി ഒന്നുമല്ല, ഈ ഭരണകൂടത്തിൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ PM ശ്രീ മാതൃകയിൽ ഇവിടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പദ്ധതി പേര് മാറ്റി നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ? പ്രയാസത്തോടെ വേദനയോടെ ചോദിച്ചോട്ടെ, 5-6 വർഷക്കാലം അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ട് കുരുന്നുകളെ പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിച്ച് 6 വർഷം കഴിഞ്ഞിട്ടും നിയമന അംഗീകാരം കിട്ടാതെ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്ന അലീന ഭിന്നി എന്ന അധ്യാപക, ആ അധ്യാപകരുടെ ജീവനഷ്ടത്തിന് കാരണമായ നയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പേരെന്താ? KPSTA സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി KM അഭിജിത്ത്, AIPTF അഖിലേന്ത്യാ സീനിയർ വൈസ് പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ, P. K. അരവിന്ദൻ, അനിൽ വട്ടപ്പാറ, B. സുനിൽകുമാർ, N. രാജ്മോഹൻ, B. ബിജു, അനിൽ വെഞ്ഞാർമൂട്, TU സാദത്ത്, PS. ഗിരീഷ് കുമാർ, സാജു ജോർജ്, GK ഗിരീഷ്, MK അരുണ, ജോൺ ബോസ്കോ, PS. മനോജ്, P. വിനോദ് കുമാർ, PM നാസർ, PM. ശ്രീജിത്ത്, PP. ഹരിലാൽ, CV. സന്ധ്യ, T. ആബിദ്, R. തനൂജ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വർത്തമാനകാലത്ത് UN-ന്റെ പ്രസക്തി ഏറെ പ്രധാനമാണെന്ന് MK രാഘവൻ MP. കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച മോഡൽ UN കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MK രാഘവൻ MP. The delegate of France has the floor. കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UN മോഡൽ കോൺഫറൻസ്, UN ജനറൽ അസംബ്ലി, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിലാണ് വിവിധ കോൺഫറൻസുകൾ സംഘടിപ്പിച്ചത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനവും പരിഹാരവും, മനുഷ്യാവകാശ ലംഘനങ്ങളും പ്രതിവിധികളും, ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ മാർഗങ്ങളും തുടങ്ങിയ വിഷയങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്തത്. 57 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 57 അംബാസിഡർമാരായി വിദ്യാർത്ഥികൾ കോൺഫറൻസിൽ രാഷ്ട്ര പ്രതിനിധികളായി. ഓരോ രാഷ്ട്രത്തിന്റെയും വിവിധ വിഷയങ്ങളിലെ നിലപാടുകൾ അംബാസിഡർമാർ അവതരിപ്പിച്ചു. 77 വിദ്യാർത്ഥികളാണ് കോൺഫറൻസിൽ പങ്കെടുത്തത്. അന്താരാഷ്ട്ര കോൺഫറൻസ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ബഹുമുഖ കഴിവുകൾ വികസിപ്പിക്കാനും വിശാല കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനും ഇതുപോലുള്ള കോൺഫറൻസുകൾ ഏറെ പ്രയോജനപ്രദമാണെന്ന് MP അഭിപ്രായപ്പെട്ടു. മാതൃകാപരവും പ്രശംസനീയവുമായ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള കോൺഫറൻസുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സ്കൂൾ ചെയർപേഴ്സൺ ഹെൻസ യൂനിസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ അലി ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ TPM ജിഷാൻ, PTA പ്രസിഡന്റ് CK സാജിദ് അലി, പ്രോഗ്രാം കോർഡിനേറ്റർ MK ഫൈസൽ, പ്രിൻസിപ്പൽ ഡൈന K ജോസഫ്, ഹെഡ് മിസ്ട്രസ് MK സൈനബ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃപാടവവും നയതന്ത്രം, പൊതുപ്രസംഗം, അന്താരാഷ്ട്ര വിഷയങ്ങളിലെ അവബോധം, സഹകരണം, ടീം സ്പിരിറ്റ്, ടീം വർക്ക് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് മോഡൽ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് സിമുലേഷൻ സംഘടിപ്പിക്കുക വഴി ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവട്ടം തസരയിൽ രാജ്യാന്തര ആർട്ട് ആൻഡ് ടെക്സ്റ്റൈൽ ശില്പശാലയ്ക്ക് തുടക്കമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നെയ്ത്ത് ചിത്രകലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ആധുനിക ചിത്രരചനയും നെയ്ത്തുകലയും പരിചയപ്പെടുത്തി നടുവട്ടം തസരയിൽ സൂത്ര രാജ്യാന്തര ആർട്ട് ആൻഡ് ടെക്സ്റ്റൈൽ ശില്പശാല ആരംഭിച്ചു. നെയ്ത്തുകലയിൽ പ്രാവീണ്യം നേടിയ കലാകാരന്മാർ സംഗമിക്കുന്ന സൂത്രയിലെ ടെക്സ്റ്റൈൽ ആർട്ടിൽ പുതിയ രൂപങ്ങളും ചിത്രങ്ങളും പിറവിയെടുത്തു. നെയ്ത്തുകലയുടെ നൂതന സാധ്യതകളും ടെക്സ്റ്റൈൽ ഡിസൈനിംഗ് രംഗത്തെ ആധുനിക വിദ്യകളുടെ വികാസ പരിണാമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, കൊളംബിയ, ജപ്പാൻ, തുർക്കി, ഓസ്ട്രേലിയ, അയർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായി 25 മുതൽ 80 വയസ്സ് വരെയുള്ള കലാകാരന്മാർ ഒരു മാസം നീളുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ശില്പശാല ഫെബ്രുവരി 15 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ആയുർഗ്രീൻ ഫൗണ്ടേഷൻ സൗജന്യ പക്ഷാഘാത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. റോട്ടറി ക്ലബ് കാലിക്കറ്റ് സൈബർ സിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ക്യാമ്പ് ജനുവരി 25 നടക്കും. തൊണ്ടയാട് ബൈപ്പാസിന് സമീപം TC1 കൺവെൻഷൻ സെന്ററിൽ ജനുവരി 25 രാവിലെ 10:30 ക്യാമ്പ്. വൈകിട്ട് 4 സമാപിക്കും.
പക്ഷാഘാത ചികിത്സാ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള എടപ്പാൾ ആയുർഗ്രീൻ ഹോസ്പിറ്റൽ നേതൃത്വം നൽകുന്ന ക്യാമ്പിന് 2025 ഒക്ടോബറിൽ എടപ്പാളിൽ മിനി മാരത്തോടെയാണ് തുടക്കമായത്. ആയുർഗ്രീൻ ഫൗണ്ടേഷൻ ആയുർഗ്രീൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് 2025 ഒക്ടോബർ 29-ന് ഇന്റർനാഷണൽ സ്ട്രോക്ക് ഡേയോടനുബന്ധിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്ട്രോക്ക് അവയർനെസ് ക്യാമ്പയിൻ ഒരു മിനി മാരത്തോണോട് കൂടിയിട്ട് എടപ്പാളിൽ തുടക്കം കുറിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് സൈബർ സിറ്റി റോട്ടറി ക്ലബ്ബുമായിട്ട് സഹകരിച്ചുകൊണ്ട് 25-ന് മറ്റന്നാൾ കോഴിക്കോട് വെച്ച് ഒരു സ്ട്രോക്ക് ക്യാമ്പ് നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഇന്റഗ്രേറ്റഡ് ന്യൂറോ റിഹാബ് ആശുപത്രി എന്ന നിലയിൽ സ്ട്രോക്ക് പ്രതിരോധം, അവബോധം, റീഹാബിലിറ്റേഷൻ എന്ന ലക്ഷ്യത്തോടെയും അത്യാധുനിക റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്ട്രോക്ക് രോഗികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സഹായിക്കുന്ന സംയോജിത റീഹാബിലിറ്റേഷൻ ചികിത്സാ രീതി പരിചയപ്പെടുത്തുകയാണ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് സൈബർ സിറ്റി റോട്ടറി ക്ലബ് ഓഫ് സൈബർ സിറ്റി വളരെ സ്വാഗതാർഹമാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന നെക്സ്റ്റ് സൺഡേ 25-ാം തീയതി രാവിലെ 10 മണിക്കാണ് കേരളത്തിന്റെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി TC ബിൽഡേഴ്സിന്റെ TC കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുകയാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാൻ 8943055556 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പത്രസമ്മേളനത്തിൽ റോട്ടറി ക്ലബ് കാലിക്കറ്റ് സൈബർ സിറ്റി പ്രസിഡന്റ് PS സിറാജ്, ജനറൽ സെക്രട്ടറി സുബിഷ മധു, ആയുർഗ്രീൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KN സക്കറിയ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ MT ഹബീബുള്ള, മെഡിക്കൽ സൂപ്രണ്ട് ആൻഡ് ഫിസിഷ്യൻ ഡോക്ടർ PV ഫാത്തിമ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ A ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീ വളയനാട് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ജനുവരി 28-ന് തുടക്കമാകും. പ്രത്യേക പൂജാ കർമ്മങ്ങൾക്കും താന്ത്രിക ചടങ്ങുകൾക്കും ശേഷം ഫെബ്രുവരി 4-ന് ആറാട്ട് നടക്കും. 5-ന് തളി ക്ഷേത്രത്തിലേക്ക് നാന്തകം തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ശ്രീ വളയനാട് ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 23 മുതൽ 28 വരെ ദ്രവ്യകലശവും 25-ന് പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടക്കും. 26-ന് മഹാദേവന് വിശേഷ കലശാഭിഷേകം നടത്തും. ഭഗവതിക്ക് തത്വകലശം 27-നാണ്. 27-ന് രാവിലെ മുതൽ കലവറ നിറയ്ക്കൽ ചടങ്ങുകൾ ആരംഭിക്കും. 28-ന് ഭഗവതിക്ക് ബ്രഹ്മകലശം നടത്തും. വൈകിട്ട് 5 മണിക്ക് അവകാശികളും ഭക്തജനങ്ങളും കൊടി സമർപ്പിക്കും.
7:45 തന്ത്രി ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് സാമൂതിരി രാജയിൽ നിന്നും കൂറയും പവിത്രവും സ്വീകരിച്ച് ആചാരവരണം നടത്തി ഉത്സവം കൊടിയേറ്റും. രാത്രി 8 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ഉത്സവ ദിവസങ്ങളിൽ വിവിധ വേദികളിലായി സാംസ്കാരിക പരിപാടികൾ, ക്ഷേത്രസന്നിധിയിൽ ക്ഷേത്രകലകൾ, താളവാദ്യ കച്ചേരികൾ, നൃത്തനൃത്യങ്ങൾ, ഗാനമേള എന്നിവ അരങ്ങേറും. അന്ന് 29-ാം തീയതി മുതൽ എല്ലാ വർഷവും നടത്തുന്ന പ്രകാരം തന്നെ അന്നദാനത്തിനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 3 അവകാശികൾ കുട, വാൾ എന്നിവ സമർപ്പിക്കും. 8 മണിക്ക് നടക്കുന്ന പള്ളിവേട്ടയ്ക്കുള്ള എഴുന്നള്ളിപ്പിന് 101 കലാകാരന്മാർ പാണ്ടിമേളമൊരുക്കും. 4-നാണ് ആറാട്ട്. 5-ന് ദീപാരാധനയ്ക്ക് ശേഷം തളി ക്ഷേത്രത്തിലേക്ക് നാന്തകം തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കെ, സെക്രട്ടറി ആനന്ദ് MV, എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽ കെ, വൈസ് പ്രസിഡന്റ് അരുൺകുമാർ P തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ് വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങൾ പൂർത്തിയായി. 10 ടീമുകൾ ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുത്തു. വിദ്യാഭ്യാസ നയം 5 വർഷത്തേക്ക് മാത്രമാക്കരുതെന്ന് MK രാഘവൻ MP. കേരളത്തിലേക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് തോറ്റ സർക്കാരാണെന്ന് ഷാഫി പറമ്പിൽ MP. നടുവട്ടം തസരയിൽ രാജ്യാന്തര ആർട്ട് ആൻഡ് ടെക്സ്റ്റൈൽ ശില്പശാലയ്ക്ക് തുടക്കമായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.